I don't think so. No, 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 no. I don't think so. No, 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 no. It's never, ever, 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 ever gonna happen. ഹായ് ഹലോ വെൽക്കം ടു നീൻസ് വ്ളോഗ്സ്. അപ്പം നമ്മൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വ്ളോഗായിട്ട് വന്നേക്കുവാണ്. നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ പോയിട്ടുള്ളൊരു ട്രിപ്പാണ് കേട്ടോ ഇത്. നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു ട്രിപ്പ് പോവും. അധികം ദൂരമായിട്ടൊന്നുമല്ല, കേരളത്തിനകത്ത് തന്നെ എവിടെയെങ്കിലും ഒന്ന് പോവുകയാണ് ചെയ്യുക. അപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വയനാടാണ് പോകുന്നത്. വർഷങ്ങളായിട്ട് നമ്മൾ വയനാട് തന്നെയാണ് പോകാറുള്ളത്. ഈ പ്രാവശ്യം ഒന്ന് മാറ്റി പിടിച്ചിട്ട് നമ്മളൊരു കക്കാടം പൊയിലാണ് പോകുന്നത്. നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. ഞാൻ ഇതുവരെ വിചാരിച്ചത് വയനാടാണ് കോഴിക്കോടിനടുത്തുള്ള ഏറ്റവും നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. പക്ഷെ നമ്മുടെ കോഴിക്കോട് തന്നെ ഇത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. വീഡിയോസും വ്ളോഗ്സൊക്കെ കണ്ടിട്ട് തന്നെയാണ് കേട്ടോ ഞാനും ഇങ്ങോട്ടേക്ക് പോയത്. അപ്പം നമ്മൾ ഫാമിലി ആയിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ആക്ച്വലി നമ്മൾ മഴക്കാലത്താണ് ഈ ഒരു ട്രിപ്പൊക്കെ നടത്തുന്നതെങ്കിൽ കുറച്ച് സൂക്ഷിച്ചൊക്കെ പോകണം. അവിടെയും കുറച്ച് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ഉള്ള ടൈം തന്നെയായിരുന്നു. ഈ KSRTC ബസ് പോകുന്ന കണ്ടപ്പോഴാണ് ഞാൻ കേരളത്തിലാണെന്നുള്ളത് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലുള്ള കുറേ സ്ഥലങ്ങൾ ഉത്തരാഖണ്ഡ് ഭാഗത്തൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു സ്ഥലം ആണ് ഓർമ്മ വന്നത്. നമ്മൾ വന്ന സമയത്ത് തന്നെ നന്നായിട്ട് പ്രകൃതി മാറിയിട്ടുണ്ടായിരുന്നു. നല്ല കാറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ. നമ്മളൊരു ചെറിയ പൂളൊക്കെ ഉള്ള ഒരു കുഞ്ഞു റിസോർട്ടാണ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി റിസോർട്ട്സ് ഇവിടെ ഒരുപാടുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്ത്. നമ്മൾ പെട്ടെന്നൊരു ദിവസം പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ രാവിലെ പ്ലാൻ ചെയ്തിട്ട് നമ്മൾ ഉച്ചയ്ക്ക് പോവുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയൊരു റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്താണ് ഉണ്ടായത്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള നല്ല റൂംസും കാര്യങ്ങളും നല്ല ഫെസിലിറ്റീസും ഒക്കെ ഉള്ളൊരു റിസോർട്ടായിരുന്നു. ഈ ഒരു റിസോർട്ടിനോട് ചേർന്നിട്ട് തന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. മഴ ആയതുകൊണ്ട് തന്നെ ആൾക്കാർ പൊതുവേ കുറവായിരുന്നു. എന്നാലും അവിടേക്ക് ആളുകൾ എല്ലാ റിസോർട്ടും അത്യാവശ്യം ഫുൾ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു പ്ലേ ഏരിയയിലേക്ക് കളിക്കാനായിട്ട് കുട്ടികളെയൊക്കെ കൊണ്ടുപോയിട്ടോ. ഞാനും ഇതിൻ്റെ മുകളിലൊക്കെ കയറിയിരുന്നു. നല്ലൊരു ഫണ്ണായിരുന്നു എന്തായാലും. അവിടെ നല്ല ഊഞ്ഞാലും കാര്യങ്ങളും അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലൊക്കെ കുറച്ച് നേരം കളിച്ച്. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മലയുടെ മുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞു റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ എത്തുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ പൂളിൽ ഇറങ്ങുകയാണ് ചെയ്തത്. പിന്നെ പെട്ടെന്ന് മഴ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. മഴ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ പൂളിലെ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും പെട്ടെന്ന് കയറുകയാണ് ചെയ്തത്. പക്ഷേ ഇവർ നന്നായിട്ട് വൈബ് ചെയ്യുന്നുണ്ടായിരുന്നു. നന്നായിട്ട് ചില്ല് ചെയ്തിട്ടാണ് ഇവരെ പരിപാടികളൊക്കെ. ഞാനെന്തായാലും പെട്ടെന്ന് കയറി. നല്ല തണുപ്പായിരുന്നു. പിന്നെ മിന്നലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അധികം റിസ്ക് എടുക്കാണ്ട് ഞാൻ പെട്ടെന്ന് കയറിയിട്ടുണ്ടായിരുന്നു. കുട്ടികളെയും കുറച്ച് സമയം ഇറക്കിയിട്ട് തന്നെ നമ്മൾ കയറി. അപ്പോഴേക്കും നല്ല അടിപൊളി മഴയായിരുന്നു. പിന്നെ നമ്മൾ ഈവനിങ് ഒക്കെ ആയപ്പം ഫുഡിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ടൈമായി. അപ്പം നമ്മൾ ഫുഡ് അറേഞ്ച് ഉണ്ടായിരുന്നത് പുറത്തുനിന്നായിരുന്നു. പൊറോട്ട ഐറ്റംസൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ബാർബിക്യൂ ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്തത്. അതിന് നമ്മൾ ചിക്കനൊക്കെ അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് തോട്ടത്തിൽ റിസോർട്ട് എന്നാണ്. അടിപൊളി അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെ ഉള്ളൊരു അടിപൊളി റിസോർട്ട് തന്നെയാണ്. അവിടെയുള്ള ഇക്കയാണെങ്കിലും നല്ല അടിപൊളിയായിട്ട് നമ്മളത് സപ്പോർട്ടായിട്ടൊക്കെ നിന്നു. അവർ തന്നെയായിരുന്നു ഈ ബാർബിക്യൂ ചിക്കൻ കാര്യങ്ങളൊക്കെ നമുക്ക് സെറ്റ് ചെയ്തിട്ട് അത് അടിപൊളിയാക്കി ഉണ്ടാക്കിയൊക്കെ തന്നത്. നമ്മളും കൂടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം നമ്മൾ രാവിലെയായി. രാവിലത്തെ കാഴ്ച മുഴുവൻ കോടയായിരുന്നു. നമ്മൾ തമ്മിൽ കാണാനേ പറ്റാത്ത അത്ര കോട ആയിട്ടായിരുന്നു രാവിലെ നിന്നിട്ടുണ്ടായിരുന്നത്. ഉള്ള വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് നമ്മൾ രാവിലെ ഇറങ്ങാനൊന്നും പോയില്ല. പിന്നെ ഈ റൂമിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ അടിപൊളിയായിരുന്നു. ജനലൊക്കെ തുറന്നിട്ട് കഴിഞ്ഞാൽ ഈ കോട ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഉത്തരാഖണ്ഡിൽ കിട്ടുന്ന അത്ര തണുപ്പില്ല. അതുകൊണ്ട് തന്നെ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഇവിടുത്തെ ഈ ഒരു തണുപ്പും അറ്റ്മോസ്ഫിയറൊക്കെ. പിന്നെ രാവിലെ ആയപ്പോൾ അവർ തന്നെയായിരുന്നു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് ഉണ്ടായിരുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് നോർമലി അവരൊരു എഗ്ഗ് വെച്ചിട്ടൊരു ഐറ്റവും പിന്നെ ചപ്പാത്തി നമ്മൾ മേടിച്ചതാണ്. അവരത് ഒന്ന് കുക്ക് ചെയ്ത് തന്നു. അങ്ങനെ അടിപൊളി ഇതിൻ്റെ കുറേ റെസിപ്പി കാര്യങ്ങളൊക്കെ നമുക്ക്
എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഈ ഇക്കയാണ് ഈ റിസോർട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നത്. അപ്പം ഞാനും കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തു. Until then, nope, a nope, a nope. അപ്പോൾ രാവിലെ ഉള്ള കാഴ്ചകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടിട്ടുള്ളത്. ഈ തോട്ടത്തിൽ നിന്നാണ് കേട്ടോ റിസോർട്ടിൻ്റെ പേര്. എനിക്ക് തോന്നുന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന്. സാധാരണ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് ആ റിസോർട്ടിൻ്റെ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഞാൻ ഒന്നുകൂടെ പറഞ്ഞത്. അങ്ങനെ നമ്മൾ രാവിലെ ആയിട്ട് നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിലെ റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഒരു ഡബിൾ ബെഡ്റൂമാണിത്. ഒരു ബാത്റൂമും പിന്നെ 2 ബെഡ്റൂമും ഇതിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ഇത് അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുന്ന് ജനലൊക്കെ തുറന്നു നോക്കിയാൽ നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാനായിട്ട് പറ്റിയത്. ആക്ച്വലി ഞങ്ങൾ റൂമിലിരിക്കുന്നതിനേക്കാളും കൂടുതൽ പുറത്ത് ഈ വരാന്തയിലാണ് ഇരുന്നത്. പിന്നെ വേറൊരു റൂമും കൂടെ ഉണ്ട്. ഇത് ഒരു സിംഗിൾ ബെഡ്റൂമാണ്, പക്ഷെ നല്ല വലിപ്പമുണ്ടായിരുന്നു കേട്ടോ. അതിനുള്ളിലൊരു ഡ്രസ്സിങ് റൂം സംഭവമൊക്കെ ഉണ്ട്. പിന്നെ വാഷ്റൂമും ഉണ്ട്. അടിപൊളിയാണ്. ലൈറ്റ്സും കാര്യങ്ങളും നല്ല ക്ലീനായിരുന്നു. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ അതിൻ്റെ മുറ്റത്ത് പൂള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫ്ലവേഴ്സ്, ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനെ ഒരുപാട്. ഇതിന് ചുറ്റുപാടും വേറെയും കുറേ അടിപൊളി റിസോർട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പെട്ടെന്ന് കിട്ടിയത് നമ്മൾ എടുത്തിട്ട് പോകുന്നതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു വയനാടിനേക്കാളും ഇപ്പോൾ കൂടുതൽ ആൾക്കാർ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന്. കാരണം നമുക്ക് കുറച്ചുകൂടി ഈ ചുരത്തിലൊക്കെ കുടുങ്ങാതെ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സ്ഥലമാണ്, അതുകൊണ്ടാണ്. പക്ഷേ എല്ലാവരും കൂടി വന്നിട്ട് ഇവിടെയും കുറച്ച് ട്രാഫിക് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പം എന്തായാലും നമുക്ക് അങ്ങനെ ട്രാഫിക് ജാം ഒന്നും കിട്ടില്ല കേട്ടോ. നമ്മൾ പെട്ടെന്ന് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറയുന്ന പോലെ തന്നെ രാവിലെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഉച്ചയ്ക്കാണ് നമ്മൾ വന്നത്. പിന്നെ ഈ റിസോർട്ടിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഇതുപോലുള്ള റംബൂട്ടാൻ്റെ മരങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം നമ്മൾ പോയപ്പോൾ അത് ചെറിയ പഴുത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ പറിക്കാൻ പോയില്ല. പിന്നെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് പോവുകയാണ്. നല്ല അടിപൊളി വൈബുള്ള ടീമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത് കുരിശുമലയിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുരിശുമല കാണാണ്ട് പോരുത്, അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് മുന്നുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കാണുന്നത്. കുരിശുമലേൻ്റെ ഡീറ്റെയിൽ ആയുള്ള വീഡിയോ ഞാൻ അടുത്തൊരു വ്ളോഗായിട്ടിടാം, അല്ലെങ്കിൽ ഇത് ഭയങ്കര ലെങ്തി ആയിപ്പോവും, നിങ്ങൾക്ക് തന്നെ ബോറടിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ട ആൾക്കാർ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒന്ന് ഹൈപ്പും കൂടെ ചെയ്യുക. അപ്പോൾ അടിപൊളി കുരിശുമലയിലെ കാഴ്ചകളായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.